നമസ്കാരം. പിണറായി കുടുംബത്തിന് ഇത് കഷ്ടകാലമാണ്. കേരളത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് പിണറായി വിജയൻ. ഒരാളെന്നല്ല, കേരളത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമുള്ള രാഷ്ട്രീയക്കാരൻ പിണറായി വിജയനാണ്. കാരണം കള്ളുചെത്ത് തൊഴിലാളിയുടെ മകനായിരുന്ന പിണറായി വിജയൻ പാർട്ടിയുടെ പല പദവികൾ വഹിച്ചാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. മറ്റൊരു മുഖ്യമന്ത്രിക്കും കിട്ടാത്ത ഒരു ഭാഗ്യം കൂടി കേരളത്തിൽ കിട്ടി. തുടർച്ചയായി 2 തവണ, അതായത് 10 വർഷങ്ങൾ പിണറായി വിജയന് കേരളം ഭരിക്കാനുള്ള അവസരം കിട്ടി. പക്ഷേ നമ്മൾ വലിയ പദവികളിലേക്ക് പോകുമ്പോഴും നമുക്ക് അധികാരം വരുമ്പോഴും നമ്മൾ വലിയവനാകുമ്പോഴുമൊക്കെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പിണറായി വിജയൻ മറന്നുപോയി. നമ്മൾ എത്ര ഉയരത്തിൽ പോകുന്നു അപ്പോൾ നമ്മൾ കൂടുതൽ എളിമയുള്ളവരാകണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ കൂടുതൽ ഉയർച്ചയുണ്ടാവൂ, അല്ലെങ്കിൽ അവർക്കൊരു വീഴ്ച ഉണ്ടാകാതിരിക്കൂ. എം.എ. യൂസഫ് അലിയൊക്കെ ഉദാഹരണമാണ്. എം.എ. യൂസഫ് അലിയൊക്കെ നമുക്കറിയാം, അദ്ദേഹമൊക്കെ എത്ര ശതകോടീശ്വരനാണ്. ഇത്രയും ടെൻഷനുള്ള, ഇത്രയും വ്യാപാര സ്ഥാപനങ്ങളൊക്കെ മാനേജ് ചെയ്തു കൊണ്ടുപോകുന്ന, അതിൻ്റെ ഉടമസ്ഥനായ പല ബന്ധങ്ങളുള്ള ഒരു വ്യക്തി. അദ്ദേഹം എപ്പോഴും പുഞ്ചിരിയോടുകൂടി മാത്രമേ, അദ്ദേഹത്തിന് മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, പക്ഷേ പുഞ്ചിരിയോടുകൂടി വളരെ വിനയാന്വിതനായിട്ടാണ് അദ്ദേഹം പൊതുജനങ്ങളോട്, അത് എത്ര പാവപ്പെട്ടവനോടായാലും അദ്ദേഹം ഇടപഴകുന്നത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഞാനൊരു ഉദാഹരണം പെട്ടെന്ന് തോന്നിയത് പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ പിണറായി വിജയൻ അങ്ങനെ ആയിരുന്നില്ല. അധികാരം കിട്ടിയതിനു ശേഷം പിണറായി വിജയൻ്റെ സ്വതവേയുള്ള അഹങ്കാരം അത് 100 മടങ്ങായി വർദ്ധിക്കുകയാണ് ചെയ്തത്. എന്തോ ഒരു അധികാരത്തിൻ്റെ ലഹരി അത് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പിടിച്ചു. ആ അധികാരത്തിൻ്റെ ലഹരി തലയ്ക്ക് പിടിച്ച് പിണറായി വിജയൻ കാട്ടിക്കൂട്ടിയതൊന്നും ഒരിക്കൽ കൂടി ഓർക്കാൻ കേരളത്തിലെ പൊതുജനങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കഷ്ടകാലമുള്ള സമയമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം പോയി, പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് പോലും പിണറായി വിജയൻ വേണ്ട എന്ന് താഴേക്കിടയിലുള്ള അണികൾ പോലും ആട്ടിപ്പായിച്ചിട്ട് പോലും അവിടെ കടിച്ചു തൂങ്ങിക്കിടക്കുകയാണ് പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവായതിനു ശേഷമാണ് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന മാസപ്പടി കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കായി ED ഉദ്യോഗസ്ഥർ പിണറായി വിജയൻ്റെ മകളുടെ വാടക വീട്ടിലെത്തിയത്. അതിനുശേഷം നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടു, അതുമായിട്ടുള്ള കേസും വഴക്കുമൊക്കെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ED ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി വീണയ്ക്ക് സമൻസ് അയച്ചു. പക്ഷേ അവർക്ക് അസുഖമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെപ്പിക്കാനുള്ള അപേക്ഷ നൽകിയിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ മറ്റൊരു കാര്യം ചോദ്യമായി പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട്. അതായത് പിണറായി വിജയൻ്റെ മരുമകനും വീണയുടെ ഭർത്താവുമായ മുഹമ്മദ് റിയാസ്, അദ്ദേഹം എവിടെയാണ് എന്നുള്ളതാണ്. 2ാം പിണറായി സർക്കാരിൽ പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയായിരുന്നു മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസിനെ എല്ലാ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ സീനിയറായിട്ടുള്ള പലരെയും ചവിട്ടി തള്ളിക്കൊണ്ടാണ് ബേപ്പൂരിൽ നിന്ന് മത്സരിപ്പിച്ചു ജയിച്ച മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയതും 2 പണം വാരി വകുപ്പുകൾ, പൊതുമരാമത്തും ടൂറിസവും പിണറായി വിജയൻ കൊടുത്തതും. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ വളപ്പിൽ തന്നെയുള്ള ഔദ്യോഗിക വസതിയിൽ മകളെയും മരുമകനെയും താമസമാക്കി. പക്ഷേ കൂടുതൽ സമയവും മകനും മരുമകളും ഒക്കെ പിണറായി വിജയൻ്റെ ഔദ്യോഗിക വസതിയിലായിരുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. എവിടെ വിദേശ രാജ്യങ്ങളിൽ പോയാലും ചെറുമകനെയും മകളെയും കൊണ്ടുപോകുന്ന ഒരു പതിവ് കൂടി പിണറായി വിജയനുണ്ടായിരുന്നു. മുഹമ്മദ് റിയാസ് മന്ത്രിയായിരുന്ന സമയത്ത് പല പൊതു ചടങ്ങുകളിലും വീണയുമായി പങ്കെടുത്തിരുന്നു. പക്ഷേ എന്നു മാത്രമല്ല, സർക്കാരിനെയും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെയും പ്രതിരോധത്തിലാക്കുന്ന പല വിവാദങ്ങളും 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഉയർന്നു വന്നിരുന്നു. അന്നൊക്കെ ഒരാവശ്യവുമില്ലെങ്കിലും മുഹമ്മദ് റിയാസിനെ ന്യായീകരിക്കാൻ വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ണുമടച്ച് അദ്ദേഹം ന്യായീകരിക്കും. അദ്ദേഹത്തിനെ സംബന്ധിക്കുന്ന ഒരു വിഷയമായിരിക്കില്ല എങ്കിൽ തന്നെ അത് കുടുംബത്തിൽ സംഭവിച്ച ഒരു വിഷയമായി കണ്ടുകൊണ്ട്, അത് കുടുംബത്തിലുള്ള ഒരാൾക്ക് സംഭവിച്ച ഒരു കാര്യമായി കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്ന ഒരു മുഹമ്മദ് റിയാസിനെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഗുരുതരമായൊരു സാഹചര്യം ഉണ്ടായിട്ടും, അതായത് തിരുവനന്തപുരത്തെ പിണറായി വിജയൻ്റെ മകളുടെ വാടക വീട്ടിൽ ED റെയ്ഡിനെത്തുകയും അവിടെ CPM പ്രവർത്തകർ തടിച്ചുകൂടി ഈ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടും, അവരൊക്കെ അറസ്റ്റിലായിട്ടും അതിനുശേഷം വീണയ്ക്ക് സമൻസ് അയച്ചിട്ടും ഒന്നും മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിട്ടില്ല. അന്ന് ഈ ആക്രമണം ഉണ്ടായപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ ചെറിയ രീതിയിൽ ഒരു പ്രതികരണം നടത്തി എന്നുള്ളതല്ലാതെ അതിനുശേഷം മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തെ വീട്ടിൽ വീണയുണ്ടായിരുന്നു, പക്ഷേ മുഹമ്മദ് റിയാസ് ഇല്ല. കോഴിക്കോട്ടെ വീട്ടിലും മുഹമ്മദ് റിയാസ് ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രായമായ മാതാപിതാക്കളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് അറിയുന്നത്. അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം മുഹമ്മദ് റിയാസിനെ ഇത്തരത്തിൽ പൊതുവേദികളിലൊന്നും കാണാനില്ല. എന്ന് മാത്രമല്ല, ഇത്രയും വലിയൊരു വിഷയം തൻ്റെ ഭാര്യയ്ക്കും തൻ്റെ ഭാര്യ കുടുംബത്തിനും ഉണ്ടായിട്ട് പോലും അതിൽ പ്രതികരിക്കാനോ അതിനെ ന്യായീകരിക്കാനോ പതിവ് പോലെ മുഹമ്മദ് റിയാസ് എത്തിയില്ല എന്നതും ഒരു സംശയം ഉളവാക്കുന്നതാണ്. അത് അവരുടെ കുടുംബകാര്യമാണെങ്കിൽ പോലും അതൊരു കുടുംബകാര്യമായിരുന്നില്ല.
രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അവിടെ യോഗ്യതയുള്ള സീനിയറായിട്ടുള്ള പലരെയും ചവിട്ടി തള്ളിക്കൊണ്ടാണ് പിണറായി വിജയൻ മരുമകനെ ബേപ്പൂരിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് മന്ത്രിയാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുടുംബ വിഷയമായി മാത്രം അത് ഒതുങ്ങിപ്പോകുന്നില്ല. ജനങ്ങൾക്കും ചർച്ച ചെയ്യാനുള്ള അവകാശമുണ്ട്, ജനങ്ങൾക്കത് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഏതൊരു വിഷയമുണ്ടായാലും പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെയും ഒക്കെ ന്യായീകരിച്ചിരുന്ന മുഹമ്മദ് റിയാസ് എന്തുകൊണ്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ മാത്രം അഭിപ്രായം പറയുന്നില്ല എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ ഒരുപാട് അനധികൃത സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയെന്നും അതൊക്കെ ബിനാമി പേരിലായിരുന്നെന്നും അതൊക്കെ തിരിച്ച് എഴുതി വാങ്ങാനുള്ള ഒരു ഓട്ടത്തിലാണെന്നുമൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊരു ആരോപണം മാത്രമാണ്, അതിനെക്കുറിച്ച് എന്തായാലും അറിയില്ല. എന്തായാലും ഇതിന് പിന്നിൽ തക്കതായിട്ടുള്ള ഒരു കാരണമുണ്ട്. അതായത് മുഹമ്മദ് റിയാസ് ഈ വിഷയത്തിൽ ഇടപെടാതിരിക്കുകയും അദ്ദേഹത്തിന് ഒരു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു ആശങ്കയുണ്ടായിരിക്കാം. ഇത്തരത്തിൽ മാസപ്പടി ഉൾപ്പെടെയുള്ള അഴിമതികൾ നടത്തി കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുമ്പോൾ അതിൻ്റെ ഒരു പങ്ക് അത് മുഹമ്മദ് റിയാസിന് ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാവാം. ഇക്കാര്യങ്ങളെല്ലാം അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ തന്നെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്നുള്ളൊരു ആശങ്കയും ചിലപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. എന്തായാലും എന്തുകൊണ്ടാണെങ്കിലും മുഹമ്മദ് റിയാസും പിണറായി വിജയൻ്റെ കുടുംബവുമായി ഇപ്പോൾ പറയത്തക്ക രീതിയിലുള്ള പഴയതുപോലെയുള്ള ബന്ധമില്ല എന്നാണ് ഇവരുമായി ബന്ധപ്പെട്ട പലരും തന്നെ പറയുന്നത്. എന്തായാലും അത് കേരളത്തിലെ പൊതുജനങ്ങളെ സംബന്ധിക്കുന്ന ഒരു വിഷയമല്ലെങ്കിൽ പോലും ഈ കാര്യങ്ങൾ, അതായത് മന്ത്രിയായിട്ടിരുന്ന ഒരാൾ മുഹമ്മദ് റിയാസ്, മുഖ്യമന്ത്രിയായിട്ടിരുന്ന മറ്റൊരാൾ പിണറായി വിജയൻ, മാസപ്പടി വാങ്ങിയ കേസിലെ പ്രതിയായ സ്ത്രീയുമായി ബന്ധപ്പെട്ട 2 പേർ, ഒരാൾ ഭർത്താവ്, ഒരാൾ അച്ഛൻ. ഇവർ 2 പേരിൽ അച്ഛൻ ഇപ്പോഴും പലപ്പോഴും വന്ന് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും പ്രതികരിച്ചിരുന്ന അല്ലെങ്കിൽ പ്രതിരോധിച്ചിരുന്ന ഭർത്താവ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ വരികയോ ഇതിനെക്കുറിച്ചൊന്നും പറയുകയോ ചെയ്യാതിരിക്കുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പല കിംവദന്തികൾക്കും വഴിവെക്കും. അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ഇനിയും കുറച്ചു നാളുകൾ കൂടി കാത്തിരിക്കേണ്ടി വരും.